എത്ര ദിവസം കൂടിയാണ് ഞാൻ കുമ്പസാരിക്കേണ്ടത്? ഒരു കുമ്പസാരത്തിൽ ഒരു പയ്യൻ ചോദിച്ചു, അച്ഛാ, ഞാൻ കുമ്പസാരിച്ചിട്ട് ഒരാഴ്ചയായുള്ളൂ, എല്ലാ ആഴ്ചയും ഞാൻ കുമ്പസാരിക്കണം? അവൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള ചോദ്യം, നിഷ്കളങ്കമായ ചോദ്യം. മറുപടിയായി ഞാൻ പറഞ്ഞു, കുമ്പസാരിക്കുന്നത് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടിയാണ്, ദൈവകൃപ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. എപ്പോഴൊക്കെയാണ് പാപമോചനം ആവശ്യമുള്ളത് എന്ന് ദിവസവും കാലവുമല്ല നിശ്ചയിക്കുന്നത്, നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ചാണ്. എത്രമാത്രം ഫ്രീക്വൻ്റായിട്ട് നമ്മൾ പാപത്തിന് അടിമയാകുന്നുവോ അത്രമാത്രം ഫ്രീക്വൻ്റായി നമുക്ക് പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടി കുമ്പസാരവേദിയെ സമീപിക്കാവുന്നതാണ്. അതിന് പ്രത്യേക ഒരു കാലവിളംബം വെക്കേണ്ട ആവശ്യമില്ല. ആധ്യാത്മിക പിതാക്കന്മാർ ഒരാഴ്ചയെന്നും രണ്ടാഴ്ചയെന്നൊക്കെ പറയുന്നുണ്ട്. അത് നിയതമായ രീതിയിൽ ആത്മീയ വളർച്ചയ്ക്ക് സഹായകരമാണ്. എന്നാൽ അതിനു മുൻപേ നമ്മൾ പാപത്തിന് അടിമപ്പെട്ടു പോകുന്നുണ്ട് എങ്കിൽ ഒരു ദിവസം മുൻപേ ആത്മവിശുദ്ധീകരണത്തിനായി ദൈവത്തിൻ്റെ കരുണയുടെ കൂടാരമായ കുമ്പസാരവേദിയെ സമീപിക്കുന്നത് ന്യായവും യുക്തവും ഉചിതവുമാകുന്നു. ആയതിനാൽ ദിവസങ്ങളല്ല, നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ മനസ്സും നമ്മുടെ പാപത്തിലേക്കുള്ള ചായ്ച്ചിലുമാണ് കുമ്പസാരത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നത്. എങ്കിലും രണ്ടാഴ്ചയിലൊരിക്കൽ കുമ്പസാരിച്ച് ഒരുക്കത്തോടു കൂടി പ്രസാദവാരാവസ്ഥയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ആത്മീയ വളർച്ചയ്ക്ക് ഏറെ സഹായകരമാണ്.